ഞാൻ ചോദിക്കുകയാണ്, ഒരു ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ പണ്ടുണ്ടായിരുന്നു സതി എന്ന് പറഞ്ഞൊരു നിയമമുണ്ട്. അതായത് ഭർത്താവ് മരിച്ചാൽ ആ ചിതയിൽ തന്നെ സ്ത്രീയും എടുത്ത് ചാടി മരിക്കണമെന്ന്. അങ്ങനെയൊന്നുള്ള കാലമല്ലല്ലോ ഇത്. ആ സ്ത്രീ ഇവിടെ വന്ന് എന്നോട് സങ്കടം പറഞ്ഞിട്ടുണ്ട്. വെറും 5000 രൂപയാണ് ഞാൻ ശമ്പളമായിട്ട് മേടിക്കുന്നത്. ആ 5000 രൂപ നേരെ കൊണ്ടുപോയി എൻ്റെ 2 മക്കൾക്കുള്ള ഭക്ഷണത്തിനും എൻ്റെ കുടുംബത്തിന് വേണ്ടിയുള്ള അരിക്കും വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ ഇൻ്റർവ്യൂ ചെയ്തതാണ്. മൈൻഡ്സ്കേപ്പിൽ തന്നെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറയുന്ന ഒരു സ്ത്രീ ഇത്രത്തോളം ഹരാസ് ചെയ്യുന്നത്, അതിനോട് എനിക്ക് യോജിക്കും. ഞാനും 100% ശാരിക പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുന്നുണ്ട്. സമൂഹം മൊത്തത്തിലെതിരായിരുന്നു ഒരു സമയത്ത്. ഞാൻ പോലും പക്ഷെ നേരിട്ട് അറിയുമ്പോൾ അറിയാം, അല്ലെ? ശാരികയ്ക്ക് അറിയാമല്ലോ, നേരിട്ട് ഒരു പാവ സ്ത്രീയാണ്. പാവമാണ്, അവരൊരു ബോൾഡ് ആയിട്ടുള്ള സ്ത്രീയാണ്. അവരെന്തും, പക്ഷെ അവരുടെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത്, എന്തും നമ്മൾ പ്രൊവോക്ക് ചെയ്ത് ചോദിച്ചാലും അവർ ചിരിച്ചുകൊണ്ടാണ് മറുപടി പറയും. പക്ഷെ മറുപടി തരും, കൃത്യമായ മറുപടി രേണുസുധര കയ്യിലുണ്ട്. പിന്നെ ഇവരുണ്ട് എല്ലാരും പറയുന്ന പോലെ ഒരു പൊട്ടിപ്പെണ്ണൊന്നും അല്ല രേണുസുധി. ഷീ ഈസ് വെരി ബ്രില്യന്റ്, വളരെ ഇന്റലിജന്റ് കണ്ണിങ് ആണെന്ന് എനിക്ക് തോന്നുന്നു. 100% എല്ലാ ചോദ്യങ്ങൾക്കും അവർക്ക് ഉത്തരമുണ്ട്. ആ ഉത്തരം വളരെ ഒരു അണമുറി മാറ. അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും ഇത്രത്തോളം നെഗറ്റീവ് കമന്റ് ശാരീരിക വരാൻ കാരണം. അത് എന്റെ മുമ്പിൽ ഒരു പിടിച്ചു നിന്നു. അതാണ് സംഭവം. മനസ്സിലായി. ഇറങ്ങി പോകാതെ ഇപ്പോ ദിയാസനയൊക്കെ പോലുള്ളവരാണെങ്കിൽ ചിലപ്പോൾ ഇറങ്ങി പോകും, അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആ ചാനലിനും ഉണ്ടായിട്ടുണ്ട്. ചില ഗസ്റ്റുകൾക്ക് ഇപ്പം ഞാൻ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു വീഡിയോ വൈറലായത് നമ്മുടെ ഷിയാസ് കരീമിന്റെ ആയിരുന്നു. അദ്ദേഹം തന്നെ ഇറിറ്റേറ്റഡ് ആയി, എന്റെ മുതുകു ചൊറിഞ്ഞു, ഇവൾ എവിടുന്ന് കൊണ്ടുവന്ന ഷോ ഡയറക്ടറെ തന്നെ വിളിച്ച് ദേഷ്യപ്പെടണമെന്നാണ് ഞാൻ അറിഞ്ഞത് പിന്നീട്. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. താങ്കളോട് ഞാൻ ചോദിക്കുകയാണ്, താങ്കൾക്ക് അറിയാവുന്ന പോലെ പണിക്കും പൊക്കൂടെ എന്ന് വെച്ചാൽ താങ്കൾ എന്തായിരിക്കും? എനിക്കറിയാവുന്ന പണി ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയല്ലേ ആ രേണുസുധിയോടെ പറഞ്ഞത്. പക്ഷെ ആ സമയത്ത് നിങ്ങൾ എത്രത്തോളം അവരെ ചിലപ്പോൾ ആ പ്രോഗ്രാമിന് വേണ്ടി ചെയ്തായിരിക്കാം, എങ്കിൽ പോലും ഇപ്പം ഈ ക്യാമറയുടെ മുമ്പിൽ അവർ ആ സ്ത്രീയോട് ചെയ്തത് മോശമായി പോയെന്നും തുറന്ന് സമ്മതിക്കാൻ തയ്യാറാണ്? ഇല്ല, ഞാൻ മോശം ചെയ്തിട്ടില്ല. ഞാൻ അവരുടെ പെർമിഷനോട് ചെയ്ത കാര്യങ്ങൾ, ഞാൻ ഒറ്റ ചോദ്യങ്ങളും എന്റേതായിട്ട് ചോദിച്ചിട്ടില്ല. എല്ലാ ചോദ്യങ്ങളും അണുവിട തെറ്റാതെ കമന്റിൽ നിന്നെടുത്താണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്. അതിനാണ് അവർ മറുപടി പറഞ്ഞത്. എനിക്ക് പേഴ്സണൽ ചോദ്യങ്ങളൊന്നും രേണുസുധീർ ഇല്ല. ഞാൻ അവിടെ വെറും ഹോസ്റ്റ്. പക്ഷേ ആ കമന്റ് കൃത്യമായിട്ട് വായിച്ച് അതിന്റെ ബ്രീഫ് കൊടുക്കുമ്പോൾ താങ്കളുടെ ചോദ്യമായിട്ട് രീതിയിൽ തന്നെയാണ് അവതരിപ്പിച്ചത്. അതെന്റെ കഴിവ്. അത് കഴിവല്ല. ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ, ഒരു മനുഷ്യ സ്ത്രീയെ, അതെ താങ്കൾ മനുഷ്യ സ്ത്രീയാണ്, പക്ഷെ താങ്കൾ ചോദിക്കുമ്പോൾ താങ്കളുടെ ഉള്ളിന്റെ മറ്റേ ആ യക്ഷി കടന്നു വന്ന് ആക്രമിക്കുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയെങ്കിൽ അതെന്റെ എബിലിറ്റിയാണ്. അതായത് കാണുന്ന പ്രേക്ഷകൻ അത് തോന്നിയെങ്കിൽ ദാറ്റ്സ് എന്റെ കഴിവാണ്. ആ ഷോയ്ക്ക് വേണ്ടി അത്രയും എക്സ്ട്രീം വർക്ക് ചെയ്ത ഒരു ഹോസ്റ്റ് ആണ് ഞാൻ. അതുകൊണ്ടാണ് ആ ഷോ സക്സസ് ആയത്. അതുകൊണ്ടാണ് എന്നെ സിബിൻ പറഞ്ഞല്ലോ 10,000 കമന്റ്സ് എനിക്ക് വന്നത്. എന്നെ കാണാനും എന്നെ തെറിവിളിക്കാനും വേണ്ടി കുത്തിയിരുന്നാണ് ഈ പറയുന്ന ആൾക്കാർ മുഴുവനും ആ ഷോ കണ്ടത്. എല്ലാവർക്കും തീർച്ചയായിട്ടും ഞാൻ കൈയടിക്കും. ഇനി വിട്ടോളൂ. താങ്കൾ ഈ നെഗറ്റിവിറ്റി ആണോ താങ്കൾ കൂടുതൽ ആഗ്രഹിക്കുന്നത്? ലോകത്ത് നമ്മളൊന്ന് പഠിച്ചാൽ അറിയാം. എനിക്ക് മനസ്സിലാക്കിയിടത്തോളം ഈ രേണുസുധിയും ഒരു അല്പം നെഗറ്റിവിറ്റിയിലൂടെയാണ് പറഞ്ഞത്. അതുപോലെ ഇപ്പം അലിൻ ജോസ് പെരേര, അതുപോലെ ആറാട്ടണ്ണൻ തുടങ്ങിയിട്ടുള്ളവരെല്ലാം ഈ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്തുകൊണ്ടാണ് അതായത് ഒരു മനുഷ്യന് ഫേമസ് ആകാൻ 2 രീതിയിൽ പറ്റും. പോസിറ്റീവായിട്ടും ഫേമസ് ആകാം, നെഗറ്റീവായിട്ടും ഫേമസ് ആകാം. ഞാൻ എന്നെ ആറാട്ടണ്ണനും രേണുസുധിയായിട്ടൊന്നും കമ്പയർ. ഞാൻ ചിലപ്പോൾ എന്നെ കമ്പയർ ചെയ്യുന്നത് നമ്മുടെ ലാലേട്ടനൊക്കെ ആയിട്ടായിരിക്കും. ലാലേട്ടൻ എന്താ പറയുന്നത്? താങ്കൾക്ക് എങ്ങനെ തോന്നുന്നു? താങ്കൾക്ക് എങ്ങനെ തോന്നിയത്? എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല. ലാലേട്ടൻ ഈ പറയുന്ന വില്ലൻ കഥാപാത്രത്തിലൂടെ വന്നതാണ്. അദ്ദേഹം വേണമെങ്കിൽ ഒരു ബാലങ്കേ നായരായി പോകാമായിരുന്നു. പക്ഷെ അദ്ദേഹം ബാലങ്കേ നായരായില്ല. പകരം അദ്ദേഹം നെഗറ്റീവ് ഷെയ്ഡിലൂടെ നരേന്ദ്രൻ എന്ന കഥാപാത്രത്തിൽ നിന്ന് അദ്ദേഹം ലാലേട്ടനായി മാറി. അങ്ങനെ വളരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സോ അതുകൊണ്ട് നെഗറ്റീവ് വന്നാൽ എനിക്ക് വിഷയമല്ല. ഞാൻ എന്റെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് വേറെ വൃത്തികേടുകളോ വ്യക്തിഗതികളോ ഒന്നും ചെയ്യുന്നില്ല. ഈ പറയുന്ന പോലെ മറ്റേ ആ ഒരു RJ പറഞ്ഞ പോലെ അങ്ങനത്തെ വൃത്തികേടുകളും പറയാറില്ല. പക്ഷേ ഗസ്റ്റിന്റെ മുഖത്ത് നോക്കിയിട്ടാണ് ഞാൻ അവരെ മാറ്റി നിർത്തിയിട്ടോ അവരെ രഹസ്യമായിട്ടോ അല്ല പറയുന്നത്. അവരെ പ്രാങ്ക് ചെയ്യുന്നില്ല.